സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓണസമയത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും സാമ്പത്തികവും മറ്റെല്ലാ തരത്തിലുള്ള സഹായവും ഞങ്ങൾക്ക് നൽകുക. നമുക്കൊന്നിച്ച് നീങ്ങാം. കണ്ണൂരിനെയും കേരള രാഷ്ട്രീയത്തെയും കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥ സംവിധാനം സിവിൽ സർവീസിനെയും ഒക്കെ വളരെ വല്ലാതെ പിടിച്ചുലച്ച ഒരു വിഷയമായിരുന്നു ADM അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള നവീൻ ബാബുവിൻ്റെ മരണം. അദ്ദേഹം അത് ആത്മഹത്യയാണെന്ന് ചെയ്തു. അദ്ദേഹം ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രേരണ ഉണ്ടെന്നും അങ്ങനെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ തന്നെ വനിതയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് തന്നെ സ്ഥാനം നഷ്ടമായി. കളക്ടർ വലിയ വിഷയത്തിലേക്ക് പോയി. കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായുള്ള ഗൂഢാലോചന നടന്നു എന്ന് വന്നു. അദ്ദേഹത്തിന് രാവിലെ വെച്ചിരുന്ന യാത്രയപ്പ് എന്ന് പറഞ്ഞാൽ സർവീസിൽ നിന്ന് മാറുന്നതല്ല, സ്ഥലം മാറ്റ യാത്രയപ്പൊന്നും സാധാരണ ഉണ്ടാവുന്നതല്ല. പക്ഷേ ഇത് മനഃപൂർവ്വം ഒരു സ്ഥലം മാറ്റ യാത്രയപ്പ് വയ്ക്കുന്നു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്നതിന് അന്ന് രാവിലെ വെച്ച മീറ്റിംഗ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൂടെ സഹായത്തിൽ വൈകുന്നേരമാകുന്നു. സമയമാകുമ്പോൾ നോട്ടീസിൽ പേര് വെക്കാത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു. അവർ പത്രക്കാരെ കൊണ്ടുവരുന്നു. അവർ അവിടെ ബോംബ് പൊട്ടിക്കുമെന്ന് പത്രക്കാരോട് നേരത്തെ പറഞ്ഞു. അവർ അവിടെ വച്ചിട്ട് ഈ നവീൻ ബാബുവിനെ വളരെ മോശമായി സംസാരിക്കുന്നു. അതുവരെ അഴിമതിയൊന്നും നടത്താതിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, സിവിൽ സർവീസിലെ പരിശുദ്ധമായി ശുദ്ധിയായി ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായ നവീൻ ബാബു പോയി ആത്മഹത്യ ചെയ്തു. വലിയ വിവാദമായി. അപ്പോൾ ആ കേസ് CBIക്ക് വിടണോ വേണ്ടേ എന്നുള്ളൊരു ചർച്ച വന്നു. അപ്പോൾ അവരുടെ ഭാര്യ മഞ്ജുഷ കൊണ്ട് കേസ് കൊടുത്തു. മഞ്ജുഷ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ അത് ഹൈക്കോടതിയിൽ നിന്ന് തള്ളിപ്പോയി. പക്ഷേ ഹൈക്കോടതി തള്ളിയെങ്കിലും ഹൈക്കോടതി പറഞ്ഞു സെഷൻസ് കോടതി ഇത് കേൾക്കണം, അവരുടെ ഹർജി കേൾക്കണം. അപ്പോൾ തുടരന്വേഷണം വേണോ വേണ്ടേ എന്നുള്ളത് തലശ്ശേരി സെഷൻസ് കോടതി കേസ് കേൾക്കണം. ഇനി സെഷൻസ് കോടതി കേട്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ വീണ്ടും അത് ഹൈക്കോടതിക്ക് പോകും. വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെൻറ് ഹൈക്കോടതിക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നിയമത്തിൽ വലിയ വിശ്വാസമുണ്ടെന്നാണ് മഞ്ജുഷയും കുടുംബവും പറയുന്നത്. ഹർജിയിൽ വ്യക്തത വേണമെന്നാണ് അവരുടെ ആവശ്യം. നവന്മാർ ഭാര്യയും കുടുംബവുമൊക്കെ ആരോഗ്യപരമായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് സഹോദരൻ പ്രവീൺ ബാബുവും പറഞ്ഞു. അപ്പോൾ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു, ഭാര്യ മഞ്ജുഷ, ഇവരെല്ലാം കൂടി സെഷൻസ് കോടതിയിൽ വരേണ്ട കേസാണിത്. വാദം കേൾക്കാൻ സെഷൻസ് കോടതിയാണ്. നീതി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നവീൻ ബാബുവിൻ്റെ കേസ് തുടരന്വേഷണം നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതങ്ങനെ തുടരന്വേഷണം നടന്നാൽ പ്രതി ദിവ്യ, കളക്ടർ അരുൺ കെ വിജയൻ, ദിവ്യ എന്ന് PP ദിവ്യ, അവർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു. വളരെ ശക്തയായ CPMൻ്റെ നേതാവായിരുന്നു. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയ്, അരുൺ കെ വിജയ് എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് ഇതിനകത്ത് അന്തർനാടകങ്ങളും ഉഴപ്പൊക്കെ നടത്തി. എന്തായാലും വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് ഉണ്ടായത്. പക്ഷേ നവീൻ ബാബുവിൻ്റെ കേസ് തുടരന്വേഷണത്തിനായി കോടതി ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പുതിയ വെളിപ്പെടുത്തലുകൾ വരുമോ? പെട്രോൾ പമ്പിന് ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഒരു പ്രശാന്തിൻ്റെ പേര് വന്നു, പ്രശാന്ത് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു, പിന്നെ പ്രശാന്ത് ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു. വലിയ വിവാദമായതാണ്. ആ വിവാദ കഥകളിൽ പോകുന്നില്ല, കാരണം എല്ലാവരും ചർച്ച ചെയ്തൊരു വിവാദമാണ്. പക്ഷേ പുതിയ ടേൺ എന്ന് പറയുന്നത് തുടരന്വേഷണത്തിന് നമ്മുടെ സെഷൻസ് കോടതി കേസ് എടുത്തിരിക്കുകയാണ്. ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.